മലപ്പട്ടത്ത് അക്രമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് നേതൃത്വം ഗൂഢാലോചന നടത്തിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ഉന്നതതല ഗൂഢാലോചനയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം. കൊലവിളി മുദ്രാവാക്യം വിളിച്ചും പാർട്ടി ഓഫീസിന് നേരെ കല്ലേറ് നടത്തിയും സംഘർഷമുണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് ആണെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു. മലപ്പട്ടത്ത് ഉന്നത കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്ത സംഘർഷമാണ് ഉണ്ടായതെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് അഴിഞ്ഞാട്ടം നടന്നത്. ചൂളിയാട് മുതൽ മലപ്പട്ടം വരെ ഒരു പ്രകോപനവും ഉണ്ടാകാതെ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. സിപിഎം ശക്തി കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പ്രകടനം പോയത്. ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം അടക്കം മുഴക്കിയാണ് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുമുണ്ടായി. സിപിഎം നേതാക്കൾ എത്തി സമാധാനം ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവിടുത്തെ അവസ്ഥയെന്നും രാഗേഷ് ചോദിച്ചു. പ്രകോപനം ഉണ്ടാക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് ഇതാ ഞങ്ങളെ കൊന്നേ, ഞങ്ങളെ തിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പറയുക, എന്നിട്ട് പാർട്ടി ഗ്രാമമാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ലക്ഷ്യം. അത് വളരെ കൃത്യമാണ്. അത് മനസ്സിലായതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ നല്ല രാഷ്ട്രീയ ബോധം കാണിച്ചതുകൊണ്ടാണ് അവിടെ യാതൊരു പ്രകോപനവും തിരിച്ച് പ്രകോപനം ഇല്ലാതെ പോയിട്ടുള്ളത്. അല്ലാതെ ദൗർബല്യം കൊണ്ടോ ഭീരുത്വം കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക. മലപ്പട്ടത്തെത്തി തല്ലുവാങ്ങി ഹീറോ ആകാനാണ് യൂത്ത് കോൺഗ്രസുകാർ ശ്രമിച്ചത്. മലപ്പട്ടത്തെ സംഘർഷത്തിന്റെ തുടക്കം സ്തൂപം തകർത്തതിലല്ല, സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലക്സ് തകർത്തതിലൂടെയാണ് പ്രകോപനം തുടങ്ങിയത്. ബോർഡ് പൊളിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളാണ്. ഇതിന് തെളിവുണ്ടെന്നും കെ രാഗേഷ് പറഞ്ഞു. അപ്പോൾ അവിടെ വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് തകർക്കുന്ന ആരാ? നിങ്ങൾ നോക്കൂ, ഈ സനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയാണ്. ഇപ്പം നിതിൻ നടുവനാട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ഇയാൾ. ഹർഷൻ മുണ്ടേരി KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മഹിത മോഹൻ, ഒരു പെൺകുട്ടി കൂടി അതിൻ്റെ കൂടെയുണ്ട്, തകർക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അതുൽ MC KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അർജുൻ കോറോ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. സുധീഷ് വെള്ളച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. മലപ്പട്ടത്ത് സ്തൂപം തകർത്ത് സിപിഎം പ്രവർത്തകർ എന്നാണ് വാർത്ത. എന്നാൽ ഫ്ലക്സിന്റെ കാര്യം വരുമ്പോൾ അത് കോൺഗ്രസ് എന്ന് സിപിഎം ആരോപണം എന്ന രീതിയിലാണ് വാർത്ത നൽകുന്നത്. സിപിഎം പ്രവർത്തകർ സ്തൂപം തകർക്കുന്നത് മാധ്യമങ്ങൾ കണ്ടിരുന്നോ എന്നും രാഗേഷ് ചോദിച്ചു. കുപ്പിയെറിഞ്ഞ് പ്രകോപനമുണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസുകാരാണെന്ന് അറിഞ്ഞിട്ടും മാധ്യമങ്ങൾ അക്കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുകയാണ്. സംഘർഷത്തിന് വെള്ളപൂശുന്ന നിലപാടാണ് ചില മാധ്യമങ്ങൾ സ്വീകരിച്ചതെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. ഉന്നതതല ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം വേണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് CPM പ്രവർത്തകർ, ഈ സംഭവം CPM പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ? നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത്? പക്ഷെ തകർത്ത് CPM പ്രവർത്തകർ എന്നാൽ നാട്ടിൽ മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, KSUവിൻ്റെ നേതാക്കന്മാർ ബോർഡ്, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കും കാണാം. പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ? തകർത്തെന്ന് CPM. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്തെറിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, ഗുണ്ടാസംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ? മലപ്പട്ടം ഭീകരതാവളം എന്ന നിലയിലുള്ള പ്രചരണം ശരിയല്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പറഞ്ഞു. ഇത്രയേറെ സൗഹാർദ്ദമുള്ള ഒരു നാട് വേറെ ഉണ്ടാകില്ല. ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യവുമില്ല. മാധ്യമങ്ങൾ ഒരു നാടിനെ മോശമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും TK ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഗോപിനാഥും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.